നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സർക്കാർ വാങ്ങുന്ന ഒരു ചെറിയ പേന മുതൽ കോടികൾ വില വരുന്ന വലിയ ഉപകരണങ്ങൾ വരെ അതൊക്കെ എവിടെയാണ് പോകുന്നത്, എങ്ങനെയാണ് അതിന്റെയൊക്കെ കണക്ക് വെക്കുന്നത് എന്ന്? വെറുതെ വാങ്ങി എവിടെയെങ്കിലും വെക്കുകയല്ല, ഇതിനെല്ലാം കൃത്യമായ നിയമങ്ങളുണ്ട്. ആ നിയമപുസ്തകമാണ് കേരള ഫിനാൻഷ്യൽ കോഡ്, നമ്മൾ KFC എന്ന് ചുരുക്കി പറയും. ഇന്ന് നമ്മൾ ആ പുസ്തകത്തിലെ സർക്കാർ സ്റ്റോറുകൾ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള നിയമങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം എന്താണ് ഈ സ്റ്റോറികൾക്കുള്ള നിയമപുസ്തകമെന്ന് നോക്കാം. പിന്നെ സാധനങ്ങൾ വാങ്ങുമ്പോൾ പണം കൊടുക്കുന്നതും അതിന്റെ കണക്കുകൾ, അതായത് സ്റ്റോക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നതും എങ്ങനെയെന്ന് കാണാം. അതിനുശേഷം അവയുടെ മൂല്യം നിശ്ചയിക്കുന്നതും പരിശോധിക്കുന്നതും എങ്ങനെയെന്ന് പഠിക്കും. ഉപയോഗശൂന്യമായ സാധനങ്ങൾ എന്തു ചെയ്യും? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർഷിക പരിശോധന, ആനുവൽ വെരിഫിക്കേഷൻ. അവസാനം കണക്കുകളിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ എന്ത് സംഭവിക്കുമെന്നും നോക്കാം. നമുക്ക് തുടങ്ങാലേ? ശരി, നമ്മുടെ മുഴുവൻ ശ്രദ്ധയും കേരള ഫിനാൻഷ്യൽ കോഡിലെ 6ാമത്തെ അധ്യായത്തിലാണ്. സർക്കാർ വാങ്ങുന്ന ഓരോ വസ്തുവിനെയും നമ്മൾ സ്റ്റോഴ്സ് എന്നാണ് പറയുക. അപ്പോൾ ഈ സ്റ്റോഴ്സ് എങ്ങനെ കൃത്യമായി നഷ്ടം വരാതെ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്ന നിയമങ്ങൾ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഏതൊരു സാധനവും സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമാകുന്നതിന്റെ ആദ്യത്തെ പടി ഇതാണ്: പണം കൊടുക്കുക, പിന്നെ അത് കൃത്യമായി കണക്കിൽപ്പെടുത്തുക. ഈ സ്റ്റെപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇവിടെ ഒരു ചെറിയ പിഴവ് പറ്റിയാൽ മതി മുന്നോട്ടുള്ള എല്ലാ കണക്കുകളും തെറ്റാൻ. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നൊരു ചോദ്യം ഇതായിരിക്കും: സർക്കാർ എപ്പോഴാണ് വാങ്ങുന്ന സാധനങ്ങൾക്ക് പണം കൊടുക്കുന്നത്? സാധനം ഓർഡർ ചെയ്യുമ്പോഴോ, അതോ കിട്ടിക്കഴിഞ്ഞോ? ഇതിനൊരു കൃത്യമായ നിയമമുണ്ട്. അതാണ് ആർട്ടിക്കിൾ 148 പറയുന്നത്. ഇതാണ് ആ നിയമം. പൊതുപണം സംരക്ഷിക്കാനുള്ള ആദ്യത്തെ കവചം എന്ന് തന്നെ പറയാം. അതായത് സാധനങ്ങൾ ഓഫീസിൽ കിട്ടി, അവയുടെ എണ്ണവും ഗുണമേന്മയും നമ്മൾ പരിശോധിച്ച് ഉറപ്പുവരുത്തി, എന്നിട്ട് സ്റ്റോക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമേ പണം കൊടുക്കാൻ പാടുള്ളൂ. ഇതിനെയാണ് റിസീവ്ഡ്, വെരിഫൈഡ് ആൻഡ് ടേക്കൻ ടു സ്റ്റോക്ക് എന്ന് പറയുന്നത്. എന്നാൽ ഇതിനൊരു ചെറിയ ഇളവുണ്ട്. ദൂരെയുള്ള നല്ല വിശ്വാസ്യതയുള്ള സ്ഥാപനങ്ങൾക്ക് സാധനങ്ങൾ റെയിൽവേ വഴി അയച്ച രസീത് കാണിച്ചാൽ വിലയുടെ 90% വരെ ഒരു പാർട്ട് പേയ്മെന്റായിട്ട് മുൻകൂട്ടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ സാധനങ്ങൾ സ്റ്റോക്കിലെത്തി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? സ്റ്റോക്ക് അക്കൗണ്ടുകൾ തയ്യാറാക്കുക. ആർട്ടിക്കിൾ 149 പറയുന്നത് സ്റ്റോറിന്റെ ചുമതലയുള്ള ഏതൊരു ഉദ്യോഗസ്ഥനും ഇത് നിർബന്ധമായും ചെയ്തിരിക്കണമെന്നാണ്. എന്തിനാണെന്നല്ലേ? 1. മോഷണമോ തട്ടിപ്പോ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ തടയാൻ. 2. എപ്പോ വേണമെങ്കിലും നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കും രജിസ്റ്ററിലെ കണക്കും ഒന്നാണോ എന്ന് ഒത്തുനോക്കി ഉറപ്പുവരുത്താൻ. ഇനി ആർട്ടിക്കിൾ 150 പറയുന്നത് എല്ലാ സാധനങ്ങളും ഒരൊറ്റ കണക്ക് പുസ്തകത്തിൽ എഴുതി വെക്കരുതെന്നാണ്. ഓരോ തരം സാധനങ്ങൾക്കും പ്രത്യേകം അക്കൗണ്ടുകൾ വേണം. ഉദാഹരണത്തിന് റോ മെറ്റീരിയൽസ് ആൻഡ് എക്സ്പെൻഡബിൾ സ്റ്റോഴ്സ്, അതായത് നിർമ്മാണ സാമഗ്രികളും ഉപയോഗിച്ചു തീരുന്ന പേന, പേപ്പർ പോലുള്ള സാധനങ്ങളും ഒരിടത്ത്, ഓഫീസ് ഫർണിച്ചറുകൾ വേറൊരു അക്കൗണ്ടിൽ, പുസ്തകങ്ങൾ, ഫോമുകൾ, സ്റ്റേഷനറി എന്നിവ മറ്റൊന്നിൽ. ഇങ്ങനെ തരംതിരിക്കുന്നത് കാര്യങ്ങൾ എളുപ്പമാക്കാനാണ്. ശരി, ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. സ്റ്റോക്കിൽ സാധനങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം മതിയോ? പോരാ, അവയുടെ യഥാർത്ഥ വില അല്ലെങ്കിൽ മൂല്യം എന്താണെന്ന് നമ്മൾ അറിയണം. അതെങ്ങനെയാണ് ചെയ്യുന്നത്? എന്തിനാണ് ഈ പരിശോധനകൾ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ആർട്ടിക്കിൾ 151 നിയമം വളരെ ലളിതമാണ്, പക്ഷെ വളരെ പ്രധാനപ്പെട്ടതും. അതായത് സ്റ്റോക്ക് രജിസ്റ്ററിൽ നമ്മൾ രേഖപ്പെടുത്തുന്ന ഒരു സാധനത്തിന്റെ വില അതിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വിലയേക്കാൾ ഒരു കാരണവശാലും കൂടാൻ പാടില്ല. എന്തിലാണത്? അല്ലെങ്കിൽ സർക്കാരിന്റെ ആസ്തികൾക്ക് കടലാസിൽ ഒരുപാട് വലിയ വിലയുണ്ടെന്ന് തോന്നും. അതൊഴിവാക്കാൻ ഈ വിലകൾ ഇടയ്ക്കിടെ പുനർപരിശോധിച്ച് അപ്ഡേറ്റ് ചെയ്യണം. സ്റ്റോറുകൾ അവിടെ വെറുതെ ഇരുന്നാൽ പോരല്ലോ, അവ കൃത്യമായി പരിശോധിക്കണം. ആർട്ടിക്കിൾ 153 അനുസരിച്ച് പെട്ടെന്ന് കേടാകാൻ സാധ്യതയുള്ള പെരിഷബിൾ സ്റ്റോഴ്സ് 6 മാസത്തിലൊരിക്കൽ പരിശോധിക്കണം. മറ്റുള്ളവയെല്ലാം വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ നേരിട്ട് പരിശോധിക്കണം. ഈ പരിശോധന നടന്നില്ലെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കെട്ടിക്കിടന്ന് സർക്കാരിന് വലിയ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോ ഈ പരിശോധന നടക്കുമ്പോൾ ചിലപ്പോൾ പഴയതോ കേടായതോ അല്ലെങ്കിൽ ഇനി നമുക്ക് ആവശ്യമില്ലാത്തതുമായ കുറേ സാധനങ്ങൾ കണ്ടെന്നിരിക്കും. അങ്ങനെയുള്ളവയെ എന്ത് ചെയ്യണം? അതിനുള്ള നടപടിക്രമങ്ങളാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. ഉപയോഗശൂന്യമായ സ്റ്റോറുകൾ ഒഴിവാക്കാൻ ഒരു 4 സ്റ്റെപ്പ് പ്രോസസ്സുണ്ട്. ഒന്നാമത് അത്തരം സ്റ്റോറുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. രണ്ടാമത് അവയെ കണക്കുകളിൽ നിന്നും ഒഴിവാക്കാൻ, അതായത് റൈറ്റ് ഓഫ് ചെയ്യാൻ ബന്ധപ്പെട്ട അധികാരിയുടെ അനുമതി വാങ്ങുക. മൂന്നാമത് അവ ലേലം ചെയ്ത് വിൽക്കാം. ഇനി ഒന്നിനും കൊള്ളാത്തവയാണെങ്കിൽ നശിപ്പിച്ചു കളയാം. നാലാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം
വിൽപ്പനയിലൂടെ എന്ത് പണം കിട്ടിയാലും അത് സർക്കാർ ഖജനാവിലേക്ക് തന്നെ വരണം. ഇപ്പോൾ നമ്മൾ ഈ അധ്യായത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഭാഗത്തേക്ക് കടക്കുകയാണ്. അതാണ് ആനുവൽ വെരിഫിക്കേഷൻ അഥവാ വാർഷിക പരിശോധന. ഇവിടെയാണ് നമ്മുടെ രജിസ്റ്ററിലെ കണക്കും സ്റ്റോറിലുള്ള സാധനങ്ങളും തമ്മിൽ നേരിട്ടൊത്തുനോക്കുന്നത്. എല്ലാ കണക്കുകളും ശരിയാണോ എന്ന് തെളിയുന്നത് ഇവിടെയാണ്. ആർട്ടിക്കിൾ 158 അനുസരിച്ച് ഈ വെരിഫിക്കേഷന് പല തലങ്ങളുണ്ട്. സ്റ്റോറിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ വർഷത്തിലൊരിക്കലെങ്കിലും ഇത് ചെയ്യണം. പക്ഷേ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം, അതായത് വ്യക്തിപരമായ ഉത്തരവാദിത്തം ഓഫീസ് മേധാവിക്കാണ്. ഇനി അതുമാത്രം പോരാ. ആർട്ടിക്കിൾ 159 അനുസരിച്ച് മേലുദ്യോഗസ്ഥർക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു സർപ്രൈസ് ചെക്ക് നടത്താം. എല്ലാം കൃത്യമായിട്ടാണോ പോകുന്നതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണിത്. ശ്രദ്ധിച്ചു കേൾക്കണം, ഇതാണ് ഈ നിയമത്തിന്റെ കാതൽ. ആർട്ടിക്കിൾ 158 വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സ്റ്റോറിന്റെ സൂക്ഷിപ്പുകാരനെയോ അതിന്റെ കണക്കെഴുതുന്ന ആളെയോ ഈ വെരിഫിക്കേഷൻ ഏൽപ്പിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് ഊഹിക്കാമോ? കാരണം സ്വന്തം കണക്കുകൾ സ്വയം പരിശോധിച്ചാൽ അതിലെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? ഒരു സുതാര്യത ഉറപ്പാക്കാനും തട്ടിപ്പുകൾ തടയാനും ഈ ഒരു നിയമം അത്യാവശ്യമാണ്. ശരി, ഇനി സ്വാഭാവികമായും വരാവുന്നൊരു പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാം. നമ്മൾ നേരിട്ട് എണ്ണിയെടുക്കുന്ന കണക്കും രജിസ്റ്ററിലെ കണക്കും തമ്മിലൊരു വ്യത്യാസം വന്നാൽ എന്തു ചെയ്യും? അതിനുള്ള മറുപടിയാണ് അടുത്ത സെക്ഷനിൽ. ആർട്ടിക്കിൾ 161 പറയുന്നത് സ്റ്റോക്കിൽ കുറവ് വരാൻ പല കാരണങ്ങളുണ്ടാകാമെന്നാണ്. ചിലപ്പോ കണക്കെഴുതിയപ്പോ പറ്റിയൊരു ചെറിയ തെറ്റായിരിക്കാം, അല്ലെങ്കിൽ മോഷണമോ അശ്രദ്ധയോ കാരണമാകാം. അതുമല്ലെങ്കിൽ ചിലപ്പോൾ സ്വാഭാവികമായി തൂക്കം കുറയുന്നതുപോലുള്ള ഒഴിവാക്കാൻ പറ്റാത്ത കാരണങ്ങളും ഉണ്ടാകാം. കാരണം എന്നാണെങ്കിലും ഓഫീസ് മേധാവി ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് ഒരു ഫുൾ റിപ്പോർട്ട് സമർപ്പിക്കണം. ഇനി ആ അന്വേഷണത്തില് നഷ്ടത്തിന് കാരണം ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയോ അനാസ്ഥയോ ആണെന്ന് തെളിഞ്ഞാലോ, അപ്പോൾ നിയമം കുറച്ചുകൂടി കർശനമാകും. ആ നഷ്ടം എത്രയാണോ ആ തുക ആ ഉദ്യോഗസ്ഥനിൽ നിന്ന് തന്നെ ഈടാക്കാൻ ശുപാർശ ചെയ്യും. പൊതുമുതൽ കൈകാര്യം ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും വ്യക്തിപരമായ ഉത്തരവാദിത്വമുണ്ട് എന്നോർമ്മിപ്പിക്കുന്ന വളരെ ശക്തമായ ഒരു നിയമമാണിത്. അപ്പോ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഈ നിയമങ്ങളുടെയെല്ലാം അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ്? 4 കാര്യങ്ങളാണ്. 1. അക്കൗണ്ടബിലിറ്റി, അതായത് ഓരോ സാധനത്തിനും കൃത്യമായ കണക്ക് വേണം. 2. റെസ്പോൺസിബിലിറ്റി, അതായത് ഉദ്യോഗസ്ഥർക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്തമുണ്ട്. 3. ട്രാൻസ്പെറൻസി, എല്ലാ കാര്യങ്ങളിലും സുതാര്യത. 4. വാല്യൂ ഫോർ മണി, അതായത് പൊതുജനത്തിന്റെ പണത്തിന് പരമാവധി മൂല്യം ഉറപ്പാക്കുക. ഇവ വെറും നിയമങ്ങൾ മാത്രമല്ല, നമ്മുടെ പൊതു ഖജനാവ് സംരക്ഷിക്കുന്നതിന്റെ അടിത്തറയാണ്. നമ്മൾ ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ യുഗത്തിലാണല്ലേ? അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കിയുണ്ട്. കാലങ്ങളായി നിലനിൽക്കുന്ന ഈ അടിസ്ഥാന തത്വങ്ങൾ ഇന്നത്തെ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് എങ്ങനെ ഇതിലും മികച്ചതാക്കാം, കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കാം? ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ചിന്തിച്ചു നോക്കൂ.